ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഇതെല്ലാം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ എന്താണ് കാണേണ്ടത്? ഡി ബൈ ഡി എക്സ് ഓഫ് 5 ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് 4 ഇൻറ്റു കോസ് എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. ആദ്യത്തെ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. 5 ഇൻറ്റു ആയതുകൊണ്ട് 5 മാറ്റി നിർത്താം. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്, സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. പിന്നെ പ്ലസ് ആണ്. 4 കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു മൈനസ് സൈൻ എക്സ് എന്ന് എഴുതണം. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണല്ലോ. 4 ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ഇതാണ് ആൻസർ. ഓർ 5 സീക്ക് എക്സ് ടാൻ എക്സ് മൈനസ് 4 സൈൻ എക്സ് എന്ന് എഴുതാം. അടുത്തത് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 5 സൈൻ എക്സ് മൈനസ് 6 കോസ് എക്സ് പ്ലസ് 7. ഓരോ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 5 സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 5 മാറ്റി നിർത്താം. കോൺസ്റ്റൻറ്റ് ഇൻറ്റു വരുമ്പോൾ കോൺസ്റ്റൻറ്റ് മാറ്റി നിർത്തണം. 5 ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് 6 ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. 7ൻ്റെ ഡെറിവേറ്റീവ് 0. കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ ഡെറിവേറ്റീവ് 0 എഴുതണം. കോൺസ്റ്റൻറ്റ് ഇൻറ്റു വരുമ്പോഴാണ് കോൺസ്റ്റൻറ്റ് മാറ്റി നിർത്തുന്നത്. കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ 0 എന്ന് എഴുതണം. ഇവിടെ 5 കോസ് എക്സ് പ്ലസ് 6 സൈൻ എക്സ്, 5 കോസ് എക്സ് പ്ലസ് 6 സൈൻ എക്സ് വരും. ആൻഡ് നെക്സ്റ്റ് വൺ ഡി ബൈ ഡി എക്സ് ഓഫ് 2 ടാൻ എക്സ് മൈനസ് 7 സീക്ക് എക്സ്. ഇവിടെ ആദ്യം 2 ടാൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 2 മാറ്റി നിർത്താം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്, സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. മൈനസ് 7 സീക്ക് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ 7 മാറ്റി നിർത്താം. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്, ഇതാണ് ആൻസർ.